എന്നിട്ടാണ്. കാരണം നിനക്ക് അറിയാവുന്ന ഒരു കാര്യത്തെ നീ പ്രാബല്യത്തിൽ വരുത്തുന്നില്ല, അതുകൊണ്ട് യു ആർ ഫെയിലിയർ. മനസ്സിലാവുന്നുണ്ടോ? തീർച്ചയായിട്ടും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾക്ക് എന്താണോ അറിയാവുന്നത് അത് എല്ലാം നമുക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല. നമ്മൾ ഈ പലപ്പോഴും ട്രെയിനിങ്ങിൽ നമ്മളോട് പറയാറുണ്ട്, പല ട്രെയിനിങ്ങിൽ പറയാറുണ്ട്, നിങ്ങൾ രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കണം, ഇന്ന രീതിയിൽ പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യണം, ഇന്ന രീതിയിൽ വർക്ക് ചെയ്യണം എന്നൊക്കെ പറയും. പക്ഷെ ഇതിന്റെ അടിസ്ഥാനമായ ഘടകം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബ്രെയിനിന് കൊടുക്കുന്ന ഒരു എക്സസൈസ് ആണ്. ഈ നോയിങ് ഡൂയിങ് ഗ്യാപ്പ് നമ്മൾ ഫില്ല് ചെയ്തേ മതിയാവും. നമ്മുടെ കർണൻ പരാജയപ്പെടാനുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, മഹാഭാരതത്തിലെ കർണൻ, നമ്മുടെ അജയ്യനായ ഒരു പോരാളിയായ കർണൻ പരാജയപ്പെടാനുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ നോയിങ് ഡൂയിങ്. കർണൻ എല്ലാം അറിയാം, പക്ഷെ അവന്റെ കൂട്ടുകെട്ട് കൗരവന്മാരുടെ കൂടെയായിരുന്നു. അതൊരിക്കലും ഇവൻ അറിയാവുന്ന കാര്യങ്ങൾ സത്യസന്ധമായി നല്ല രീതിയിലും ഇവന് പ്രവർത്തിക്കാൻ പറ്റാതെ വന്നുകൊണ്ട് അവൻ എന്നും പരാജയത്തിന്റെ വഴിയിലേക്ക് തള്ളപ്പെട്ടതാണ്. അതേ സാധനം തന്നെയാണ് നമ്മൾ പലപ്പോഴും നമുക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം പ്രവർത്തിക്കാൻ നമുക്ക് പറ്റിയില്ലെങ്കിലും നമ്മുടെ മനസ്സിനെ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യണം. അതിനു വേണ്ടിയിട്ട് ചെറിയ ചില എക്സസൈസ് ഉണ്ട്. ഒന്ന് ഷോർട്ട് ടേം ഇൻറ്റൻഷൻസ് എന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ചെറിയൊരു ഇൻറ്റൻഷൻ ഇടുക. ഇന്റൻഷൻ എന്താണെന്ന് വെച്ചെങ്കിൽ ഇപ്പൊ ഇങ്ങനെയായിരിക്കും, ഞാൻ ഇന്നത്തെ മീറ്റിങ്ങിന് പോകുമ്പോൾ എല്ലാവർക്കും ഞാൻ ഷെയ്ക്കാൻ്റെ കൊടുത്ത് ചിരിച്ച് സംസാരിക്കും. ഒരു ഇന്റൻഷൻ നമുക്ക് ചെയ്യാവുന്ന കാര്യമല്ലേ, അത് ഇവിടെ വന്നു കഴിയുമ്പോൾ നമ്മൾ ചെയ്തേക്കുക. അതുപോലെ തന്നെ ഇന്ന് ഞാൻ ആരോടും ദേഷ്യപ്പെടില്ല. ഞാൻ ദേഷ്യപ്പെടുന്നപ്പോൾ നമുക്ക് ദേഷ്യപ്പെടുന്ന സ്വഭാവമുള്ളവരാണ്. ഞാൻ ഇന്ന് ആരോടും ദേഷ്യപ്പെടില്ല. നമ്മൾ അന്നത്തെ ദിവസം ആരോടും ദേഷ്യപ്പെടാതിരിക്കുക. വൈകുന്നേരം ഒന്ന് നമ്മൾ സ്വന്തം തീരുക, ഞാൻ ഇന്ന് ചെയ്തല്ലോ, ഓക്കെ ഗ്രേറ്റ്. അതുപോലെ തന്നെ ഓരോ ഇന്റൻഷൻ, ഷോർട്ട് ടൈം ചെറിയ ഇന്റൻഷൻ, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ഇന്റൻഷൻസ് എല്ലാ ദിവസവും രാവിലെ ഇടുക. വൈകുന്നേരം ആവുമ്പോൾ നമ്മൾ സെൽഫ് അപ്രീഷിയേറ്റ് ചെയ്യുക. അപ്പൊ തന്നെ നമ്മുടെ മനസ്സിനെ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യിച്ചു. നമ്മൾ ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും മൈൻഡ് അവിടെ മറന്നിട്ട് അവന് കിട്ടിയ റെക്കഗ്നേഷൻസ് ഓർത്തിട്ട് അവൻ സാറ്റിസ്ഫൈ ചെയ്യും. അത് നമുക്ക് കിട്ടുന്ന വലിയൊരു ഗ്രോത്ത് ആയിരിക്കും. അടുത്ത സ്റ്റെപ്പിലേക്ക് വളരാനുള്ള ഒരു ഗ്രോത്ത് ആയിരിക്കും. അതല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇവൻ പറയും, നീ വലിയൊരു പരാജയമാണ്, നീ അടുത്ത സ്ഥലത്തേക്ക് പോകണ്ട, നിന്റെ ഗ്രോത്ത് അവിടെ സസ്റ്റെയിൻ ചെയ്യട്ടെ, നിന്റെ ഗ്രോത്ത് അവിടെ നിൽക്കട്ടെ, അടുത്ത സ്ഥലത്തേക്ക് നീ പോകണ്ട. നമ്മുടെ മനസ്സ് അങ്ങനെ ഒരു തീരുമാനമെടുക്കും. അവിടെ തന്നെ പ്രൊക്കാസ്റ്റിനേഷൻ എന്ന് പറയുന്ന ഒരു വല്ലാത്ത സ്വഭാവ ദൂഷ്യം നമുക്ക് ഉണ്ടായി വരും. പ്രൊക്കാസ്റ്റിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കസ്റ്റമർ നമ്മളെ ഒരു കാര്യത്തിന് വിളിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് അയാളെ വിളിക്കുകയാണെങ്കിൽ ദൈവമേ അയാൾ ഫോൺ എടുക്കാതിരിക്കും, ഇനി അതിന് വേണ്ടി പോകാൻ സമയമില്ലായിരിക്കും, അടുത്ത ദിവസത്തേക്ക് നമുക്കത് മാറ്റി വയ്ക്കും. പ്രൊക്കാസ്റ്റിനേഷൻ അതുണ്ടാകുന്നതും ഈ നോയിങ് ഡൂയിങ് ഗ്യാപ്പിന്റെ ഒരു പരിണത ഫലമാണ്. സെക്കൻഡ് വൺ, നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. എവറി ഡേ നമ്മൾ ഒരു ഷോർട്ട് ടൈം ഇന്റൻഷൻ വേണം. രണ്ടാമത് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്, ഒരു ഗ്രോത്ത് അഡിക്ഷൻ എന്ന് പറയും. ഗ്രോത്ത് അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ വളർച്ച, ഒരു മനുഷ്യനെ സംബന്ധിച്ച് വളർച്ച ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ്. പക്ഷേ ഗ്രോത്ത് അഡിക്ഷന്റെ പ്രശ്നം എന്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഗ്രോത്ത് അഡിക്റ്റഡ് ആയിട്ടുള്ള ആളുകൾ എപ്പോഴും ഗോൾസ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അവൻ ആ ഗോൾസ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാലും ഇവൻ അച്ചീവ് ചെയ്തു എന്നുള്ളത് ബ്രെയിനിനെ പഠിപ്പിക്കില്ല, അല്ലെങ്കിൽ മനസ്സിനെ പഠിപ്പിക്കില്ല. അവൻ അടുത്ത ഗോളിലേക്ക് മുമ്പോട്ട് പോയിക്കൊണ്ടേയിരിക്കും. അവിടെ ഉണ്ടാകുന്നത് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഇവൻ എവിടെയാണ് ഞാൻ വിജയിച്ചത് എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. സോ എവറി ഗോൾസ്, നമ്മൾ ഏതാണോ ഒരു ഗോൾ ഇടുന്നത്, ഒരു മൊബൈൽ മേടിക്കാൻ, ഒരു കാർ മേടിക്കാനാണ് നമ്മൾ ഗോൾ ഇടുന്നെങ്കിൽ കാർ മേടിച്ചു കഴിഞ്ഞാൽ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുക. ഒന്നുകിൽ നമ്മൾ കൂട്ടുകാരൊന്നിച്ചോ അല്ലെങ്കിൽ വീട്ടുകാരൊന്നിച്ചോ നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുക. നമ്മളെ മൈൻഡിനെ തിരിച്ചറിയിക്കുക, ഞാൻ ആ ഗോൾ അച്ചീവ് ചെയ്തു എന്ന്. അല്ലെങ്കിൽ അടുത്ത ഗോളിലേക്ക് പോകുമ്പോൾ ഇവൻ പറയും, ആദ്യത്തെ ഗോൾ നിങ്ങൾക്ക് പരാജയപ്പെട്ട് കിടക്കുക, നീ അവിടെ എത്തിയിട്ടില്ല, സാധനം മേടിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ നമ്മുടെ മനസ്സിനെ തിരിച്ചറിയിക്കുക, നമ്മൾ അച്ചീവ് ചെയ്തു എന്നുള്ളത്. ദിസ് ഈസ് അച്ചീവ്മെന്റ് അഡിക്ഷൻ. ഇതിന് ഈ രണ്ട് കാര്യങ്ങളും നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്യുക. സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ പിന്നെ പറയാം. ഇന്ന് ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യുക.